ഹലോ ഗൈസ്, അങ്ങനെ സാന്ത്വനം രണ്ടാം ഭാഗം പുതിയ പ്രമോല് നമ്മുടെ ഉദയഭാനു ആനന്ദിനെ വിളിച്ചിട്ട് പറയുകയാണ്. അതായത് ശ്രീദേവിനെ ഇനി കടയിൽ വിടരുത് എന്ന് നമ്മുടെ ആനന്ദ് എന്താ പറയാ ഉദയഭാനുവിനെ വിളിച്ച് പറഞ്ഞിരുന്നു. അതിനുള്ളത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളണം. അതനുസരിച്ച് നമ്മുടെ ഉദയഭാനു നമ്മുടെ ആനന്ദിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മോനെ ഞാൻ അവളിനി ഗോമതി സ്റ്റോഴ്സിലേക്ക് പോകാതിരിക്കാൻ നോക്കിക്കോളാം. മോൻ അവിവേകം ഒന്നും കാണിച്ചേക്കല്ലേ, അത് ഞാൻ ഉറപ്പ് തന്നേക്കാം. അവൾ ഇനി ഒരിക്കലും ആ ഒരു കടയിലേക്ക് പോകില്ല എന്ന് നമ്മുടെ ഉദയഭാനു താഴ്ന്നു കേണ് പറയുന്നൊക്കെ ഉണ്ടേ. പിന്നീട് നമ്മുടെ ആനന്ദ് അത് സമ്മതിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ എന്താ പറയാ നമ്മുടെ കൃഷ്ണമംഗലത്തെ മൂത്ത ചേട്ടനുണ്ടല്ലോ, അദ്ദേഹം നമ്മുടെ ബാലനുമായിട്ട് റോഡിൽ നിന്ന് സംസാരിക്കുന്ന ഒരു രംഗം നമ്മുടെ അച്യുതൻ കാണുന്നുണ്ട്. അപ്പൊ അച്യുതൻ നോക്കുമ്പോൾ അവർ ഭയങ്കര സൗഹൃദപരമായിട്ടാണ് സംസാരിക്കുന്നതൊക്കെ. അപ്പൊ അച്യുതൻ അലോകിനെ വിളിച്ച് പറയുന്നുണ്ട്, നമ്മുടെ കൃഷ്ണമംഗലത്തിന് ദേവമംഗലത്തോടുള്ള പക ചേട്ടൻ പലപ്പോഴും മറന്നു പോകുന്നുണ്ട് മോനെ എന്നിങ്ങനെ പറയുക കേട്ടോ. എന്നിട്ട് നമ്മുടെ അച്യുതൻ ഒരു കാര്യം കൂടെ അലോകിന്റെ അടുത്ത് പറയുന്നുണ്ട്, നമ്മളുടെ ദേവമംഗലത്തോടുള്ള പക എത്രത്തോളം ആണെന്ന് അനുവിലൂടെ നമ്മൾ കാണിച്ചു കൊടുക്കണോടാ എന്നിങ്ങനെ നമ്മുടെ അലോകിന്റെ അടുത്ത് പറയുന്നതും. ശേഷം നമ്മുടെ അനുശ്രീനെ കാണിക്കുന്നുണ്ട്. അനുശ്രീ ഏതോ ഒരു തുണിക്കടയിലാണെന്ന് തോന്നുന്നു, അവിടെ നിൽക്കുന്നുണ്ട്. ഫോണിൽ ഇങ്ങനെ വിളിച്ചിട്ട് എന്തോ ഭയങ്കര സങ്കടത്തോടുകൂടിയും എന്താ പറയാ ഭയങ്കര ടെൻഷനോട് കൂടി നിൽക്കുന്ന ഒരു രംഗങ്ങളാണ് ഏറ്റവും അവസാനം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ബാക്കി കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.